ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ട് നമുക്കൊരു ഗൗൺ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വേറൊരു ഫ്രോക്കിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ സ്ലീവ് നമുക്കിനി അഴിച്ചെടുക്കണം. നമുക്ക് ഈ സ്ലീവ് വേണ്ട, പഫ് സ്ലീവാണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി ബോട്ടം പോർഷൻ ഞാനൊരു അബായയുടെ വേസ്റ്റിൻ്റെ പോർഷൻ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഫുൾ ലെങ്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്ര ലെങ്ത് വേണം അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ യോക്ക് പോർഷന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ക്രേപ്പ് മെറ്റീരിയലാണ്. ലൈനിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ സ്ലീവ് നമ്മൾ അഴിച്ചെടുത്തു. യോക്ക് പോർഷനും സ്കേർട്ടിൻ്റെ പോർഷനും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ 1.5 മീറ്റർ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 4 ഇതൊന്ന് ഫോൾഡ് ആക്കിയിടാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ വിഡ്ത്ത് 10 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 28 ഇഞ്ചസാണ് സ്ലീവിൻ്റെ ലെങ്ത് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ 20 ഇഞ്ചസ് സ്ലീവിൻ്റെ ലെങ്തും 8 ഇഞ്ചസ് പഫിന് വേണ്ടിയിട്ടുമാണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര ഇപ്പം 15 ഇഞ്ചസൊക്കെ നമുക്ക് പഫിന് കൊടുത്താൽ അത്രയും പഫായിട്ട് നമുക്ക് സ്ലീവ് കിട്ടും. എനിക്ക് ചെറിയൊരു പഫ് മതിയായതുകൊണ്ടാണ് 8 ഇഞ്ചസ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഞാൻ 20 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ബാക്കി 8 ഇഞ്ചസാണ് കേട്ടോ. താഴേന്ന് മുകളിലേക്ക് ഇതുപോലെ 20 ഇഞ്ചസ് നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇനി ഇതാ ഈ ഒരു 8 ഇഞ്ചസാണ് പഫ് വരുന്നത്. ഇപ്പോൾ നമ്മൾ 20 ഇഞ്ചസ് മാർക്ക് ചെയ്തില്ലേ, അവിടെ ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ബാക്കി നമ്മൾ നോർമലി സ്ലീവ് ചെയ്യുന്ന പോലെ നമുക്ക് ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ക്യാപ്പ് ഹൈറ്റ് 3 ഇഞ്ചസാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ ഇതുപോലെ ഒരു കർവ് വരച്ചു കൊടുക്കാം. അതിനുശേഷം ബോട്ടം പോർഷൻ മാർക്ക് ചെയ്യാം. ബോട്ടം പോർഷൻ ഞാനിവിടെ 8 ഇഞ്ചസാണ് കേട്ടോ കൊടുത്തത്. നിങ്ങൾ സ്ലീവിൻ്റെ എൻഡിൽ ഇലാസ്റ്റിക് വെക്കുന്നെങ്കിൽ 8 ഇഞ്ചസ് കൊടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ 6.5 അല്ലെങ്കിൽ 7 ഇഞ്ചസോ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ സ്ലീവ് കഴിഞ്ഞു. ഇനി നമുക്ക് ആ പഫിൻ്റെ പോർഷൻ ഇതുപോലെ കർവ് ലൈനായിട്ട് വരച്ചു കൊടുക്കാം. കർവ് ലൈൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 3 ഇഞ്ചസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 2 ഇഞ്ചസ് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ചെറുതായിട്ട് കിട്ടും. കുറച്ചും കൂടി വലുതായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് കൂട്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ പഫ് വരച്ചു കൊടുക്കാം. അതുപോലെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും എടുത്ത് വരച്ചേക്കുന്നുണ്ട്, അതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലും ഇതുപോലെ സൈഡ് പോർഷനിലും ആം ഹോളിൻ്റെ പോർഷനിലും അലവൻസ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. ആം ഹോളിൻ്റെ പോർഷനിൽ 1/2 ഇഞ്ചസ് ഇതുപോലെ അലവൻസ് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ പോർഷനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ഒരു ലൈൻ വരച്ചില്ല, ആ ലൈനിലും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയും പോർഷനാണ് നമ്മൾ ചെറുതായിട്ട് പ്ലീറ്റ്സ് എടുത്ത് പഫ് പോലെ ആക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്രണ്ട് പോർഷനിലെ ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് സെൻറ്റർ പോർഷനിൽ നിന്ന് ഇതുപോലെ ചെറുതായിട്ട് ഉള്ളിലേക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അതായത് സെൻറ്റർ പോർഷനിലേക്ക് വരത്തക്ക രീതിയിൽ പ്ലീറ്റ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറിയ നോച്ചസ് ഇട്ടില്ലേ, ആ ഒരു പോർഷൻ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പഫിൻ്റെ ലെങ്തും വിഡ്ത്തും നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കൂട്ടാം കുറയ്ക്കാം കേട്ടോ. ഞാനിവിടെ 8 ഇഞ്ചസ് ലെങ്തും 3 ഇഞ്ചസ് വിഡ്ത്തും ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീവ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് 2 സ്ലീവും ഇതുപോലെ പ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് യോക്ക് പോർഷൻ ഇതുപോലെ നിവർത്തി വയ്ക്കാം. നമ്മുടെ സ്ലീവ് നോർമലി എങ്ങനെയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് അതുപോലെ നല്ല വശവും കൂടി ഇതുപോലെ ഒന്ന് ചേർത്ത് വയ്ക്കാം. അതിനുശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് 2 സ്ലീവ് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ ബോട്ടം പോർഷനിൽ ഇലാസ്റ്റിക് കൊടുക്കാനാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത്. അതിനാണ് ഇത്രയും വിട്ട് എടുത്തതും. പക്ഷേ പഫ് സ്ലീവ് കൊടുത്തതിന് ശേഷം എനിക്കത് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല. എപ്പോഴും പഫ് സ്ലീവിന് ഫുൾ സ്ലീവ് കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും ഭംഗി. കാണാൻ നമ്മുടെ ഫുൾ ലെങ്ത്തിൽ വരുന്നതാണ് ഏറ്റവും ഭംഗി കേട്ടോ. 3/4 ഫുൾ ലെങ്താണ് ഏറ്റവും ഭംഗി. സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ മടക്കി അടിച്ചതിന് ശേഷം നമുക്ക് സൈഡ് പോർഷൻ സ്ലീവിൻ്റെ എൻഡ് മുതൽ താഴെ ബോട്ടം പോർഷൻ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സൈഡിലെ ബാക്കി വരുന്ന പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷൻ ഇതുപോലെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വള്ളി സ്റ്റിച്ച് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിൽ വള്ളി കൊടുക്കുന്നില്ല, ഫുൾ ഗൗണായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലെ വാങ്ങിയിട്ട് യൂസ് ചെയ്യാത്തത് അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത കംഫർട്ടല്ലാത്ത ഒരുപാട് ഡ്രസ്സുകൾ കൈ കാണും. അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ഇതുപോലെ മേക്കപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ പഴയ പർദ്ദയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം.